Once again, welcome back to ICT class. Okay, children, today we are going to discuss our new chapter. Okay, നമ്മൾ ഇന്ന് നമ്മുടെ പുതിയ അധ്യായം ആരംഭിക്കാൻ പോവുകയാണ്. ഓക്കെ, ദ നെയിം ഓഫ് ചാപ്റ്റർ ഈസ് ചാപ്റ്റർ 8, അധ്യായം 8, ഡിസൈനിങ് എ വെബ് പേജ്. വെബ് പേജ് ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മുടെ അടുത്ത അധ്യായം. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് വെബ്സൈറ്റ്. വാട്ട് ഈസ് എ വെബ്സൈറ്റ്? എല്ലാവർക്കും അറിയാം അല്ലേ? വെബ്സൈറ്റ് നമ്മൾ എല്ലാ ദിവസവും നെറ്റിൽ നിരവധി വെബ്സൈറ്റുകൾ നമ്മൾ സെർച്ച് ചെയ്യുന്നതാണ് അല്ലേ? വെബ്സൈറ്റ്സ് ആർ ദ കളക്ഷൻ ഓഫ് വെബ് പേജസ് എന്ന് പറയും. വെബ് പേജുകളുടെ ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു കളക്ഷനാണ് വെബ്സൈറ്റ്സ്. നിരവധി വെബ് പേജുകൾ ചേർന്നിട്ടുള്ളതാണ് ഒരു വെബ്സൈറ്റ് അല്ലേ? അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിൽ പറയുന്നത് സ്കൂൾ കലോത്സവത്തിനെ ബേസ് ചെയ്തിട്ട് ഒരു വെബ് പേജ് എങ്ങനെ തയ്യാറാക്കാം. ഓക്കെ, ഹൗ ക്യാൻ വി ക്രിയേറ്റ് എ വെബ് പേജ്? ഓക്കെ, ബേസ്ഡ് ഓൺ സ്കൂൾ കലോത്സവം. ഓക്കെ, അതാണ് ഈ ചാപ്റ്ററിൽ പറയാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? വെബ് പേജ് തയ്യാറാക്കുന്നത് HTML എന്നുള്ള ലാംഗ്വേജ് ഉപയോഗിച്ചാണ്. HTML എന്താണ്? HTML, വാട്ട് ഈസ് HTML? HTML എന്നതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നുള്ളതാണ് HTML എന്നുള്ളതിൻ്റെ പൂർണ്ണരൂപം. ഓക്കെ, അതായത് എന്താണ്? വെബ് പേജുകൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ഭാഷ, ലാംഗ്വേജാണ് HTML. ഓക്കെ, ഇത് തയ്യാറാക്കുന്നത് എന്താണ്? ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിച്ചാണ് ഇത് തയ്യാറാക്കുന്നത്. ഓക്കെ, ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിച്ച് നമ്മളിത് ടൈപ്പ് ചെയ്യണം. HTML ലാംഗ്വേജ് ഉപയോഗിച്ച് പല HTML എലമെൻസും നമ്മൾ ടൈപ്പ് ചെയ്യണം. ആ ടൈപ്പ് ചെയ്തിട്ട് അത് സേവ് ചെയ്തിട്ട് എന്താണ്? ഒരു ബ്രൗസറിൽ അത് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഒന്നുകൂടി ഡിസ്കസ് ചെയ്തിട്ട് പറയാം നമുക്ക്. ഓക്കെ, ആക്ടിവിറ്റി 8.2 നോക്കുക എല്ലാവരും. ലെറ്റ്സ് ക്രിയേറ്റ് എ വെബ് പേജ്. വെബ് പേജ് നിർമ്മാണം ആരംഭിക്കാം എന്നുള്ളത്. ദി സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് യൂസ്ഡ് ടു ഡിഫൈൻ ദ കണ്ടൻസ് ആൻഡ് ദർ അറേഞ്ച്മെൻറ്റ്സ് ഇൻ എ വെബ് പേജ് ആർ കോൾഡ് HTML ടാഗ്സ്. വെബ് പേജിലെ ഉള്ളടക്കവും അവയുടെ വിന്യാസവും നിർവചിക്കാൻ HTML ഭാഷയിൽ ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളാണ് HTML ടാഗുകൾ. ഓക്കെ, ദേ ആർ ടൈപ്ഡ് ഇൻ ആംഗുലർ ബ്രാക്കറ്റ്സ്. അവ ആംഗിൾ ബ്രാക്കറ്റുകളിലാണ് എന്ത് ടൈപ്പ് ചെയ്താണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് കാണുന്നുണ്ടാവും ആ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ സിമ്പിൾ. ഓക്കെ, ഒരു വെബ് പേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു HTML ടാഗും അതിലെ ഉള്ളടക്കവും ചേർത്ത് HTML എലമെന്റ് എന്ന് പറയും. എന്താണ് HTML എലമെന്റ്? The content along with the HTML tags included in a web page is called HTML element. Okay, HTML ടാഗുകൾക്കുള്ളിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന അതിനെയാണ് നമ്മൾ HTML എലമെന്റ് എന്ന് പറയാം. ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഓക്കെ, ആ ബോക്സ് ശ്രദ്ധിക്കുക. HTML ടാഗുകൾ എന്ന് പറയുന്ന ബോക്സ് അതിൽ നമുക്ക് കാണാൻ സാധിക്കും. When a web page is prepared, HTML opening, HTML അത് ഓപ്പണിംഗ് എന്ന് പറയാം. ഓക്കെ, HTML opening tag is given initially to denote the beginning. Okay, and /HTML means closing. ഇതിനെ ക്ലോസിങ്ങിനാണ് ഡിനോട്ട് ചെയ്യുക. ഈസ് യൂസ്ഡ് അറ്റ് ദ എൻഡ് ടു ഡിനോട്ട് ദ എൻഡിങ് ഓഫ് ദ പേജ്. ഒരു പേജിൻ്റെ തുടക്കം ഓപ്പണിംഗ് HTML, അതുപോലെ അതിൻ്റെ ഒടുക്കം അതായത് എൻഡിങ് /HTML ഉപയോഗിച്ചാണ് ടൈപ്പ് ചെയ്യുന്നത്. ദ കണ്ടൻസ് ആർ ഗിവൺ ഇൻ ബിറ്റ്വീൻ. HTML ഓപ്പണിംഗ്, HTML ക്ലോസിംഗ്, അതിൻ്റെ ഇടക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എന്താണ് കണ്ടൻസ്? സ്കൂൾ കലോത്സവം ആണെങ്കിൽ കലോത്സവത്തിന് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് അവിടെയാണ് ടൈപ്പ് ചെയ്യുക. ദ ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് കണ്ടെയ്ൻ an opening and a closing tag is called container tags.
എന്താണ് ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗും ഉള്ള നിർദ്ദേശങ്ങളെ കണ്ടെയ്നർ ടാഗുകൾ എന്ന് വിളിക്കുന്നു. അല്ലാത്ത ക്ലോസിംഗ് ടാഗ് ആവശ്യമില്ലാത്ത ടാഗുകൾ ഉണ്ട്, അതിനെ ശൂന്യ ടാഗുകൾ അല്ലെങ്കിൽ എന്താണ് എം ടി ടാഗുകൾ എന്ന് പറയുന്നു. അതുപോലെ ദ കോമൺ സ്ട്രക്ചർ ഓഫ് HTML ടാഗ്സ്. HTML പേജിൽ, വെബ് പേജിലെ HTML ടാഗുകളുടെ പൊതു ഘടന എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ചിത്രം കാണാം. ചിത്രം 8.1 ഫിഗർ 8.1 കാണാം. അവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് HTML ആദ്യം ടൈപ്പ് ചെയ്തു അല്ല നമ്മൾ. പിന്നെ കാണുന്നത് എന്താണ്? HTML ഹെഡ് ടാഗും ഉണ്ട്, ബോഡി ടാഗും ഉണ്ട്. ഹെഡ് ടാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെഡ് ടാഗ്സ് ആർ ആൻഡ് ബോഡി ടാഗ്സ് ദ തിങ്സ് റിലേറ്റഡ് ടു എ വെബ് പേജ് വിച്ച് ആർ നോട്ട് ദ കണ്ടൻസ്. എന്താണ്? ഉള്ളടക്കമല്ലാത്ത കാര്യങ്ങൾ ഹെഡ് ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ ചെയ്യേണ്ടത്, ടൈപ്പ് ചെയ്യേണ്ടത്. അതായത് ടൈറ്റിൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ബോഡി ടാഗിനുള്ളിൽ എന്താണ് കണ്ടന്റ് എന്നുള്ളത് ബോഡി ടാഗിനുള്ളിൽ ടൈപ്പ് ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. അവിടെ ഒരു ചെറിയൊരു പ്രോഗ്രാം അവിടെ തന്നിട്ടുണ്ട്, ചെറിയൊരു കോഡ് ഉണ്ട്. ആദ്യം എന്ത് ചെയ്യുക? നമ്മൾ ആപ്ലിക്കേഷൻസിൽ പോവുക, ആക്സസറീസിൽ പോവുക, ടെക്സ്റ്റ് എഡിറ്റർ, ആപ്ലിക്കേഷൻസ്, ആക്സസറീസ്, ടെക്സ്റ്റ് എഡിറ്റർ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വിൻഡോ കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക? ആംഗുലർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഫസ്റ്റ് ലൈൻ HTML. ഓക്കെ, ഇതായിരിക്കണം നമ്മുടെ ഫസ്റ്റ് ലൈൻ. എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുക. എന്നിട്ട് എന്താണ്? ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്യുക, HTML ഹെഡ്. എന്നിട്ട് ടൈറ്റിൽ എന്നുള്ള ടാഗ് ഉണ്ട്. ടൈറ്റിൽ നമുക്ക് എന്ത് കൊടുക്കാം? സ്കൂൾ കലോത്സവം എന്ന് കൊടുക്കാം നമുക്ക്. സ്കൂൾ കലോത്സവം. എന്നിട്ട് എന്ത് ചെയ്യാം? ആ ടൈറ്റിൽ ക്ലോസ് ചെയ്യാം, സ്ലാഷ് ഉപയോഗിച്ച് ആ ടൈറ്റിൽ ക്ലോസ് ചെയ്യാം. ഹെഡ് ടാഗും ഇവിടെ ക്ലോസ് ചെയ്യാം നമുക്ക്. ഓക്കെ, ഇനി ടെക്സ്റ്റിൽ എന്താണ് പറയുന്നത്? ബോഡി എന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. ബോഡി ടാഗ് ഓപ്പൺ ചെയ്യാം. കണ്ടന്റുകളെല്ലാം ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലേ? ബോഡി എന്നുള്ള ഇപ്പം ജസ്റ്റ് കണ്ടന്റ് ഏരിയ എന്ന് കൊടുക്കുക. ഇത് ക്ലോസ് ചെയ്യുക, HTML ടാഗും ക്ലോസ് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഫയലിൽ പോയിട്ട് സേവ് ചെയ്യുക. എവിടെയാണ് സേവ് ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ പോവുക, എന്നിട്ട് പേര് ടൈപ്പ് ചെയ്യാം നമ്മൾ. ഓക്കെ, പേര് ടൈപ്പ് ചെയ്തിട്ട് .html എന്ന് ടൈപ്പ് ചെയ്യാൻ മറക്കാൻ പാടില്ല. കലോത്സവം .html. അത് എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നതിൽ പോയാൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് കലോത്സവം HTML. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഒരു ബ്രൗസറിലാണ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, മോസില്ല ഫയർഫോക്സോ ഗൂഗിൾ ക്രോമോ അങ്ങനെ ഏതെങ്കിലും ഒരു ബ്രൗസറിലാണ് ഓപ്പൺ ആവുക. അതായത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. ഓക്കെ, ഇതിപ്പോൾ ഓപ്പൺ ആയാലും ഇതാ ഇവിടെ കാണുന്ന നിങ്ങൾക്ക് കണ്ടന്റ് ഏരിയ എന്നുള്ളത് ഇവിടെ കണ്ടിട്ടുണ്ട്. ബോഡിയിൽ നമ്മൾ കൊടുത്ത സാധനം ഇവിടെ വന്നിട്ടുണ്ട്. ടൈറ്റിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം. എന്താണ്? സ്കൂൾ കലോത്സവം എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഇതിന് മാറ്റം വരുത്താം. എന്താണ്? സ്കൂൾ കലോത്സവം എന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്തു. ഇനിയുള്ളത് എന്താണ്? H1, H2, H3. ഫസ്റ്റ് ഹെഡിങ്, സെക്കൻഡ് ഹെഡിങ്, തേർഡ് ഹെഡിങ്. അതായത് H1 ഫസ്റ്റ് ഹെഡിങ്, H2 സെക്കൻഡ് ഹെഡിങ്, H3 തേർഡ് ഹെഡിങ്. അതായത് ആ ഹെഡിങ്ങിൻ്റെ സൈസിലുള്ള മാറ്റം. ഓക്കെ, ഇവിടെ നമുക്ക് ബോഡി എന്നുള്ള അവിടെ നമുക്ക് മാറ്റാം. H1 എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, H1 എന്നുള്ള അവിടെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സ്കൂളിൻ്റെ പേര് ടൈപ്പ് ചെയ്യാം. സെൻറ്റ് ജോസഫ്സ് ഹൈസ്കൂൾ പുഷ്പഗിരി. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? H1 എന്നുള്ള ടാഗ് ക്ലോസ് ചെയ്യുക. ദെൻ H2 തളിപ്പറമ്പ. H2 ക്ലോസ് ചെയ്യുക. എന്നിട്ട് സേവ് ചെയ്തിട്ട് എന്ത് ചെയ്യുക?
ദെൻ ക്ലിക്ക് ഓൺ ദാറ്റ് ഫയൽ. നമുക്കിവിടെ കാണാൻ സാധിക്കും സെൻറ് ജോസഫ് ഹൈസ്കൂൾ പുഷ്പഗിരി തളിപ്പറമ്പ എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, യെസ്. ഇനി ഇത് സെൻറ്ററിൽ വരുത്തിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ സെൻറ്ററിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡി കഴിഞ്ഞിട്ട് ഒരു സെൻറ്റർ ടാഗ് കൊടുക്കുക. ആ സെൻറ്റർ ടാഗ് താഴെ ക്ലോസ് ചെയ്യുക. തളിപ്പറമ്പ് കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്താൽ സെൻറ്ററിൻ്റെ സ്പെല്ലിംഗ് എല്ലാവരും ശ്രദ്ധിക്കണം. കമ്പ്യൂട്ടറിൽ വരുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, സെൻറ് ജോസഫ് ഹൈസ്കൂൾ പുഷ്പഗിരി തളിപ്പറമ്പ. ഓക്കെ, ഇങ്ങനൊരു കാര്യം വന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഇനി ഇതിലേക്ക് പിക്ചേഴ്സ് ആഡ് ചെയ്യണം. പിക്ചേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ക്യാൻ യൂസ് ദ ടാഗ് imgsrc. ഓക്കെ, imgsrc എന്നുള്ള കാര്യം നമ്മൾ ടൈപ്പ് ചെയ്യുക. ഡബിൾ കോട്ട്സ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ നമ്മളൊരു ഇമേജ്, ഒരു ബാനറാണ് നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്നത്. ഏതാണ് ഇമേജ് എന്ന് വെച്ചാൽ അവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക ആ ഇമേജ്. എന്നിട്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് പേസ്റ്റ് ദാറ്റ് ഇമേജ്. ദെൻ ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുക. ഇതിന് വേറെ സെപ്പറേറ്റ് ക്ലോസിംഗ് ടാഗ് ആവശ്യമില്ല. ഇതൊരു കണ്ടെയ്നർ ടാഗ് അല്ല, empty ടാഗാണ്, img ടാഗ്. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഈ ഫയൽ ഒന്നുകൂടി റീഫ്രഷ് ചെയ്താൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ആ ബാനർ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, വേണമെങ്കിൽ ഈ സെൻറ്റർ എന്നുള്ളത് സെൻറ്റർ എന്ന ടാഗിൻ്റെ ഉള്ളിൽ കൊടുത്താൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ബാനറും സെൻറ്ററിൽ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ കൊടുത്തത് സെൻറ് ജോസഫ് ഹൈസ്കൂൾ പുഷ്പഗിരി തളിപ്പറമ്പ സംസ്ഥാന സ്കൂൾ കലോത്സവം എന്നുള്ളൊരു ബാനർ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ കുറച്ചും കൂടിയും സിസ്റ്റത്തിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഓക്കെ, ഓക്കെ, you can type the program also on വിൻഡോസ് യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിൽ നമുക്കിത് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതിൽ വിൻഡോസിൽ സ്റ്റാർട്ടിലെ ആക്സസറീസിൽ എന്താണ് HTML എഡിറ്റർ എന്നുള്ള ഒരു ആപ്ലിക്കേഷനോ മറ്റോ ഉണ്ട്. അതിൽ ടൈപ്പ് ചെയ്തിട്ട് ഇതേപോലെ ടൈപ്പ് ചെയ്തിട്ട് എന്താണ് ഈ ടൈപ്പ് ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. ഓക്കെ, ഓക്കെ ചിൽഡ്രൻ, ലെറ്റ്സ് വൈൻഡ് അപ്പ് ടുഡേയ്സ് സെഷൻ. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്താണ് HTML ലാംഗ്വേജ് എങ്ങനെ ടൈപ്പ് ചെയ്യാം, HTML ടാഗ്സ്, നമ്മളിന്ന് നമ്മുടെ സ്കൂളിൻ്റെ പേര് ടൈപ്പ് ചെയ്തു. ഓക്കെ, ഒരു ബാനറും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. ഓക്കെ, ഓക്കെ ചിൽഡ്രൻ, വിൽ സീ യു ഓൺ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ഗുഡ് ബൈ.